നമസ്കാരം. ഹരി ഓം. എല്ലാവർക്കും ഹരി ഓം ചാനലിലേക്ക് സ്വാഗതം. ഇത് വൈശാഖ മാസമാണ്. ശ്രീമൻ നാരായണസ്വാമി ലക്ഷ്മി സമേതനായി തൻ്റെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുവാനായി ഭൂമിയിൽ അധിവസിക്കുന്ന കാലമാണിത്. ഈ വൈശാഖ മാസത്തിലെ എല്ലാ ദിവസങ്ങൾക്കും വളരെയേറെ പ്രാധാന്യവും പുണ്യവുമുണ്ട്. നാളെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് വ്യാഴാഴ്ച. അതിനോടൊപ്പം തന്നെ നാളെ ഹരിപാദ പുണ്യകാലമാണ്, വിഷ്ണുപതി പുണ്യദിനമാണ്. ഈ വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ പ്രത്യേകത, വെറും 9 മണിക്കൂർ ദൈർഘ്യമാണ് വിഷ്ണുപതി പുണ്യകാലത്തിനുള്ളത്. എന്നാൽ ഈ സമയം ഭഗവാൻ തൻ്റെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുവാനായി തൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ ഭക്തരിലേക്ക് പകരുന്ന, പ്രപഞ്ചത്തിലേക്ക് പകരുന്ന അതീവ ശ്രേഷ്ഠമായ ദിനമാണ് വിഷ്ണുപതി പുണ്യകാലം. ബുധനാഴ്ച രാത്രി 11:51 മുതൽ വ്യാഴാഴ്ച രാവിലെ 10:30 വരെയാണ് ഹരിപതി പുണ്യകാലത്തിൻ്റെ ദൈർഘ്യം. അതിനാൽ എല്ലാവരും തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ തിരുമുമ്പിൽ നെയ്വിളക്ക് കത്തിക്കുവാൻ സാധിക്കാത്തവർ അല്ലാതുള്ള വിളക്കൊക്കെ കൊളുത്തി തുളസി അർപ്പിക്കുക. അല്ലെങ്കിൽ മറ്റ് പുഷ്പങ്ങൾ, മുല്ലയോ റോസയോ എന്താണ് നമ്മളുടെ കയ്യിലുള്ളത്, നമുക്കുള്ളത്, അത് ഭഗവാന് ഭക്തിപുരസ്സരം ഭഗവാന്റെ പാദത്തിങ്കൽ അർപ്പിച്ച് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതീവ ശ്രേഷ്ഠകരമായ പുണ്യ ദിനമാണ് നാളെ വിഷ്ണുപതി പുണ്യകാലം. സൂര്യൻ ഓരോ രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശേഷപ്പെട്ട സമയമാണ് ഈ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഈ സമയത്ത് മഹാവിഷ്ണു തൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അറിയിക്കുന്നു എന്ന് മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഭാവത്തോടെ ഭക്തരിൽ ചൊരിയുന്ന സമയം കൂടിയാണിത്. അതിനാൽ ഈ സമയം ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും പുണ്യകർമ്മങ്ങൾക്കും വളരെ വേഗത്തിൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏകാദശി, പ്രദോഷം തുടങ്ങിയ മറ്റ് വിഷ്ണു പൂജകൾക്ക് തുല്യമായ പ്രാധാന്യം ഈ ദിവസത്തിനുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ ദിവസം പൂർവികരെ ആരാധിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. പിതൃക്കൾക്ക് അന്നദാനം ഒക്കെ ചെയ്യുന്നത് ഈ സമയത്ത് ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാലം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹത്തിനുള്ള ദിവസമായി കണക്കാക്കപ്പെടുന്നത്. വിഷ്ണുപതി പുണ്യകാലം 3 മാസത്തിൽ ഒരിക്കലാണ് വരുന്നത്. ചതുർമാസക്കാലത്തെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ദിവസമാണ് വിഷ്ണുപതി പുണ്യദിവസം. ഒരു വർഷത്തിൽ 4 വിഷ്ണുപതി ദിവസങ്ങളാണ് വരുന്നത്. വൈശാഖ വിഷ്ണു, ശ്രാവണ വിഷ്ണു, കാർത്തിക വിഷ്ണു. നവംബർ ആണ് കാർത്തിക വിഷ്ണുപതി വരുന്നത്. ഏറ്റവും ഒടുവിലായി മാഘവിഷ്ണുപതിയും, അത് ഫെബ്രുവരി മാസത്തിൽ. ഈ ദിനങ്ങളിൽ ഭഗവാന് പൂജകളും ജപങ്ങളും ചെയ്താൽ പാപക്ഷയം ഉണ്ടാകുമെന്നും നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം നീങ്ങിക്കിട്ടുമെന്നുമാണ് വിശ്വാസം. ഭഗവാന്റെ അപാരമായ കൃപ ആഗ്രഹിക്കുന്നവർക്കായുള്ള പുണ്യദിനമാണ് വിഷ്ണുപതി പുണ്യകാലം. ഭഗവാൻ മഹാവിഷ്ണുവിനൊപ്പം ഈ ദിനം ഗരുഡനെയും പ്രാർത്ഥിക്കുന്നതിലൂടെ ഭക്തർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേടുവാൻ കഴിയും. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പ്രപഞ്ചത്തിൻ്റെ മോക്ഷത്തിനായി ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വസിക്കുന്ന വൈശാഖ മാസത്തിൽ വ്യാഴാഴ്ച ദിവസം തന്നെ വിഷ്ണുപതി പുണ്യകാലം വരുന്നത് അതീവ ശ്രേഷ്ഠം തന്നെ. ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം, അഷ്ടാക്ഷരി മന്ത്രം, വിഷ്ണു സഹസ്രനാമം എന്നിവയൊക്കെ ജപിക്കുന്നതിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും ഭക്തരിൽ വന്നു ചേരും. അങ്ങനെ ആത്മീയ വളർച്ചയിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുവാൻ ഈ മന്ത്രങ്ങൾക്ക് കഴിയും.
ഒപ്പം ജീവിതത്തിലെ വെല്ലുവിളികളെയും നെഗറ്റീവ് ഊർജങ്ങളെയും ഒക്കെ മറികടന്ന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ശ്രേഷ്ഠതയും ഒക്കെയുള്ള ഒരു ജീവിതം ഭക്തർക്ക് ഭഗവാൻ ശ്രീഹരി നാരായണൻ നൽകുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ നാളെ വിഷ്ണുപതി പുണ്യകാലത്ത് ഭഗവാന്റെ നാമങ്ങൾ എത്ര കണ്ട് ജപിക്കാൻ കഴിയുന്നുവോ അത്ര കണ്ട് ജപിച്ച് പുണ്യങ്ങൾ നേടാൻ ശ്രമിക്കുക. എല്ലാവർക്കും ലക്ഷ്മി നാരായണ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ സദാ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം.